ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനാവാൻ സാധിക്കുകയില്ല. ശിഷ്യത്വത്തിൻ്റെ വില ഈ പരിശുദ്ധ നോമ്പിൻ്റെ കാലയളവിൽ ധ്യാനിച്ചെടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ അറ്റാച്ച്ഡ് ആക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ പലതിൻ്റെയും സ്വന്തമാണ്, അതാണ് യാഥാർത്ഥ്യം. നമ്മൾ പലതിൻ്റെയും അവകാശികളായി മാറുക, പലരുടെയും അവകാശ വിഷയമായി നമ്മൾ മാറുകയാണ്. നമ്മൾ അതിൻ്റെ അഡിക്റ്റായി മാറുകയാണ്. ഇതിൻ്റെ പ്രത്യേകത അതാ, സ്വന്തം ഭാര്യയെയും മക്കളെയും പിതാവിനെയും സ്വജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ ശിഷ്യനാവുവാൻ സാധിക്കുക. എൻ്റെ അർത്ഥം ഇതാണ്, സ്നേഹമുള്ളവരെ, പലതിനോടൊക്കെ ഒട്ട് നിന്നാൽ ഒന്നാം സ്ഥാനം നിനക്ക് കർത്താവിന് നൽകാൻ കഴിയില്ല. ശിഷ്യനാണോ നീ എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഈ മുകൾ പറഞ്ഞവയ്ക്കല്ല ഒന്നാം സ്ഥാനം, പിന്നെയോ പൊന്നു കർത്താവിനാണ്. ഇതിലൊന്ന് മാറ്റപ്പെട്ടാൽ നീ പിന്നെ കരയില്ല. ഇതിനേതിനെങ്കിലും ഒന്ന് തൊട്ടാൽ നീ പതറില്ല. അതാണ് ശോധന ചെയ്യാനുള്ള വഴി. തൊട്ടു നോക്ക്, ഉരച്ചു നോക്ക്. ജോബ് ഇതാണ്, എൻ്റെ ചർമ്മത്തെ തൊട്ടാൽ പോലും ഞാൻ പാപം ചെയ്യില്ല എന്ന് ജോബ് പറഞ്ഞത് അതുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഉറ്റവരെ തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ സ്വഭാവം മാറാറില്ലേ? നമ്മൾ എത്രമാത്രം ക്രിസ്തുവിനൊട്ടിച്ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാവണം ഇത്. ഇതൊന്നും നമ്മളെ തളർത്തരുത്. ചുറ്റും നിൽക്കുന്നതൊക്കെ ഈ പൊന്നു കർത്താവ് തന്നതാണെങ്കിൽ അവയെ നോക്കാനും അവയെ മുൻപോട്ട് കൊണ്ടുപോകാനും കർത്താവിനറിയാം. നീ കർത്താവിന് സ്വന്തമാണോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. പ്രിയ ദൈവവേദലേ, ഈ പരിശുദ്ധ നോമ്പിൻ്റെ കാലയളവിൽ നീ എത്രമാത്രം കർത്താവിന് സ്വന്തമാണ് എന്നത്, പലതിൻ്റെയും സ്വന്തമാണ് നീ, എന്നാൽ കർത്താവിന് എത്രമാത്രം നീ സ്വന്തപ്പെട്ടവനാണ് എന്നത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.